ഹായ് ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. വിവേകാനന്ദൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിവേകാനന്ദൻ. അപ്പം നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് കേട്ടോ. അതും കെമിക്കൽ റിയാക്ഷനാണ്. എൻ്റെ ഈ കാണുന്ന ഈ സാധനമാണ് സോഡിയം മെറ്റൽ. സോഡിയം മെറ്റൽ എന്ന് പറയുമ്പം ഇരുമ്പ് അലുമിനിയത്തെ പോലെ ഒരു മെറ്റലാണ് ഈ ഒരു സോഡിയം മെറ്റൽ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇരുമ്പിനെ പോലെയോ അലുമിനിയത്തെ പോലെയോ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഈ ഒരു മെറ്റലിന് സാധ്യമല്ല. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദാർത്ഥമായിട്ട് കൂടിച്ചേർന്ന് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മളിന്ന് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, കുട്ടികളാരും തന്നെ ഈ വീഡിയോ അനുകരിക്കാൻ ശ്രമിക്കരുത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് കേട്ടോ. വെള്ളമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ വളരെ വലിയൊരു എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മളിന്ന് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ നമ്മളിതൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസ് ധരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് സോഡിയം മെറ്റൽ. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ സോഡിയം മെറ്റൽ കേട്ടോ. ഇത് വെള്ളം പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽ. അപ്പം മച്ചന്മാരെ, നമുക്ക് ആദ്യം ക്ലബ് സോഡയിലൊന്ന് ഇട്ട് നോക്കാം എന്തായിരിക്കും എക്സ്പ്ലോഷൻ ആദ്യം. ഗ്യാസൊക്കെ പുറത്തുണ്ട്. യെസ്, ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കാം അല്ലേ. പേടിക്കണ്ടാ.
വിഷുവിന് പടക്കം പൊട്ടുന്നതിൽ പൊട്ടുന്നുണ്ടല്ലേ. അപ്പം മച്ചന്മാരെ, നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടല്ലോ. എത്രത്തോളം ഡേഞ്ചറാണ് നമ്മുടെ ഈ ഒരു സോഡിയം മെറ്റൽ എന്ന് കണ്ടല്ലോ. കുട്ടികൾ ആരും തന്നെ ഈ വീഡിയോ അനുകരിക്കരുത്. അപ്പോൾ നമ്മുടെ സോഡിയം മെറ്റലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പം ഇരുമ്പ്, അലൂമിനിയം പോലെ നമ്മളൊരു സാധാരണ മെറ്റൽ തന്നെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഇരുമ്പിനെ പോലെയോ അലൂമിനിയത്തിനെ പോലെയോ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഈ ഒരു മെറ്റലിന് സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദാർത്ഥമായിട്ട് കൂടിച്ചേർന്ന് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, അതായത് നമ്മൾ സോഡിയം മെറ്റൽ നമ്മുടെ ക്ലബ് സോഡയിലിട്ടു, അതുപോലെ തന്നെ ജ്യൂസിലൊക്കെ ഇട്ടു. ക്ലബ് സോഡയിലിട്ടപ്പം നല്ലൊരു റിയാക്ഷൻ തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസിലിട്ടപ്പോൾ അത്ര വലിയൊരു റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല, ചെറിയൊരു പൊട്ടിത്തെറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ വാട്ടറുമായിട്ട്, അതായത് നമ്മുടെ വെള്ളത്തിലിട്ടപ്പോഴാണ് കൂടുതൽ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായത്. അപ്പം നമ്മുടെ വെള്ളമായിട്ട് സോഡിയം മെറ്റൽ റിയാക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടായി. പിന്നെ കൂടുതലായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് റിലീസായി, ഹൈഡ്രജൻ റിലീസായി. അപ്പോൾ അവിടെ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായി. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ. വർക്കിംഗ് ആണ് നോക്കാം. എടാ എന്തോ കറങ്ങുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ.